നല്ല സിനിമ. ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകന്റെ ഏറ്റവും മികച്ച ഒരു അവതരണ രീതിയാണിത്. ഇതില് വ്യക്തികളുടെ അഭിനയത്തിന് പ്രസക്തിയില്ല. ആ കഥയുടെ പ്രസന്റേഷൻ, അതാ സംവിധായകന്റെ മിടുക്കാണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകന്റെ അല്ലെങ്കിൽ തിരക്കഥകത്തിന്റെ അവതരണമാണ് അതിൽ പ്രസക്തി. വളരെ നല്ല സിനിമ, ബ്രഹ്മാണ്ഡ ചിത്രം. ആറാട്ട് പോലുള്ള സിനിമ എടുത്ത മോഹൻലാലിനെ വിട്ട് എടുത്ത അതേ ഒരു കാറ്റഗറിയിൽ പെടുന്ന സിനിമയാണ്. പടിവാതിലെത്തിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് എങ്ങനെ സെൻസർ ബോർഡ് അനുമതി കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ എനിക്ക് വന്നെങ്കിലും, പക്ഷെ പിന്നീട് ആ ഒരു നെറേറ്റീവ് കംപ്ലീറ്റ് മാറുന്ന ഒരു ഇതാണ്. ഒരു സിനിമാറ്റിക് ഒരു സംഭവമായിട്ട് അതെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ പ്ലസ് ഇമോഷൻ പ്ലസ് റിവെഞ്ച്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന നമ്മൾ ഇന്ന് ഓർത്തുകൊണ്ട ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിനെ അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സും അവർ ശരിക്കും കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇതിന് കാണിക്കുന്നത്. ദേശീയ സിനിമ ആകുമ്പോഴത്തേക്കും കോൺഗ്രസ് എന്ന് പച്ചക്കെടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ പേര് മാറ്റി ഇതായിട്ട് കാണിക്കും. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഫേവറേറ്റിസം ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അതും പച്ചയ്ക്ക് അവർ പറയുന്നില്ല. അത് നമ്മൾ കുറെ കൂടെ കടന്നു ചിന്തിക്കുന്നവർക്ക് ഇത് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. നമ്മൾ ചില നിറങ്ങളെ നമുക്ക് വേണമെങ്കിൽ കറുത്ത നിറവും ചുവന്ന നിറവും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കും. ഇല്ല, ഇതൊരു പച്ചയായ ഒരു പൊളിറ്റിക്സ് പറയുന്നില്ല. പിന്നെ ഇത് മാറി കോർപ്പറേറ്റ് വേൾഡിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് കോർപ്പറേറ്റ് വേൾഡ് നമ്മുടെ ഒരു സാധാരണക്കാരനെ പോലും ബാധിക്കുന്നത്, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, റെവല്യൂഷണറി ആയിട്ട് തോന്നുന്ന പല തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതിന്റെ കൂടെ കോർപ്പറേറ്റ് കൂടെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ മീൻസ് അവരുടെ പ്രൊപ്പഗണ്ട എല്ലാം ഉൾപ്പെടുന്നത്. അങ്ങനത്തെ രീതിയിൽ മാധ്യമങ്ങൾക്ക് നല്ലൊരു പെട്ടു. ഞാൻ വിചാരിച്ചതിനകത്ത് പുള്ളിയുടെ പൊളിറ്റിക്സ് കാണിക്കാൻ വേണ്ടി, പൊളിറ്റിക്സ് അല്ല ഇതിനകത്ത്. പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവരെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി മീഡിയ തന്നെ പ്രവർത്തിച്ച് മീഡിയ തന്നെ ന്യൂസ് ഉണ്ടാക്കുന്നതാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അടിപൊളി പടം. ബി ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും മികച്ച ചിത്രം ഇത് തന്നെയാണെന്ന് അടയാളപ്പെടുത്തേണ്ടത് ഒരു സംശയവുമില്ല. ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഏറ്റവും മികച്ച സിനിമ. അത്രയും പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. നമ്മൾ ഒരു അടിയോ ഫൈറ്റോ അങ്ങനത്തെ ഒന്നുമല്ല. നമ്മൾ ഇരുന്ന് തിയേറ്ററിനകത്ത് രോമാഞ്ചം കൊള്ളേണ്ട പല സീനുകൾ അത്ര ഉറപ്പിച്ച് നമുക്ക് പറയാം ഇതൊരു വലിയൊരു വൻ വിജയമാകും. കാരണം ഈ ഒരു ഇലക്ഷൻ സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിന് എതിർത്തുള്ള സിനിമയല്ല നമ്മൾ കാണണം. ഈ വാർത്തകളൊന്നും നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല. ഇതൊക്കെ അവരുണ്ടാക്കുന്ന വാർത്തകൾ. ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് അതിജീവിതകളുടെ മൊഴികളും എല്ലാം ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് ഇവിടുന്ന ചാനലിനകത്ത് എങ്ങനെയാണ് അത് ഫസ്റ്റ് ഓൺ എന്ന് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിജീവിതകളൊന്നും വെളിയിൽ വന്ന് പറയുന്നില്ല. ഇതെല്ലാം ഒരു മാധ്യമത്തിന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര മികച്ച സിനിമ. ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്ന ഈ സിനിമ പല മഹത് വ്യക്തിത്വങ്ങൾക്കെതിരെ ഉണ്ടായ ഈ സ്ത്രീ വിഷയമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് അവർ സൃഷ്ടിച്ചെടുക്കുന്നതെന്നും ഓരോരുത്തരുടെ പ്രതിച്ഛായ എങ്ങനെ തകർക്കുന്നതെന്നും പുതിയൊരു ഭരണത്തിന് എങ്ങനെ അവരുടെ നിലയിൽ നിൽക്കുന്ന ഭരണങ്ങളെ എങ്ങനെ കൊണ്ടുവരുന്നതെന്നും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഉറപ്പായി മികച്ചൊരു സിനിമ തിയേറ്ററിൽ പോയി കാണാം. ഈ യൂണിവേഴ്സിറ്റി ഏറ്റവും മികച്ച സിനിമ. പൊളിറ്റിക്സ് ആയിട്ട് നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു സാമ്യമുണ്ട്. ഇലക്ഷനൊക്കെ ആണല്ലോ, അത് പാർട്ടി ഫേവർ ചെയ്തല്ലോ. ഇല്ലേ മുൻഗാന്ധിയുടെ ഒരു വിഷയം പറഞ്ഞു പോകുന്നുണ്ട്. ഉണ്ട് ചർച്ച ചെയ്യപ്പെടാൻ വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ അന്ന് നമ്മുടെ രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച മുഖ്യമന്ത്രിക്കെതിരേക്കുള്ള ആരോപണങ്ങളും അതിന്റെ പിറകില് സഞ്ചരിക്കുമ്പോഴേ ഈ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രമുണ്ട്. പലപ്പോഴും നമ്മള് ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയോ പ്രത്യേകിച്ചുള്ള കഥകൾ പറയുന്നതല്ല. രാഷ്ട്രീയത്തെ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് ഭൂതകാലഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, അത് അവരുടെ കുടുംബജീവിതത്തിലേക്ക് വ്യാപിക്കുമുണ്ടാകുന്ന വിഷയങ്ങൾ. ഇത് രണ്ട് വലത് ഇടത് പ്രത്യയശാസ്ത്രത്തിന്റെയും കണ്ണികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എന്നാൽ പറയേണ്ട രീതിയിൽ ആരെ എങ്ങനെ മഹത്വവൽക്കരിക്കുന്നൊന്നുമില്ല. എന്നാൽ മഹത്വവൽക്കരിക്കുന്നത് മാത്രമല്ല, പല ബിംബങ്ങളും നമ്മൾ ഈ സിനിമയില് തുടക്കത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് ചില നേതാക്കളെ ഉന്നയിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ തന്നെ ആ ബിംബങ്ങളെ പോലും ഒന്ന് ഉടച്ചു കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒടുവില് ആ ബിംബങ്ങളെ തന്നെ വാഴ്ത്തിപ്പാടുന്ന തരത്തിലേക്ക് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ അതിഭീകരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരു ഡയറക്ടറുടെ തനത് സിനിമാ ശൈലിയുടെ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമ മുന്നേറുന്നത്. പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ചോ വലിയ ഡയലോഗുകളോ പഞ്ച് ഡയലോഗുകളോ ഒന്നും പ്രത്യേകിച്ചില്ല. പിന്നെ നിവിൻ പോളി എന്ന് പറയപ്പെടുന്ന ഒരു ആക്ടറിന് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. സർവമായ എന്ന് പറയപ്പെടുന്ന ചിത്രത്തിന് ശേഷം നിവിൻ പോളിക്ക് വഴങ്ങണത് ഈ തമാശ നിറഞ്ഞൊരു ക്യാരക്ടറാണെന്നുള്ളതിന്റെ തെളിച്ചപ്പെടുത്തൽ കൂടിയാണ് ഇത്. കാരണം വെച്ച് കഴിഞ്ഞാല്
ഇതിനകത്ത് ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നായകനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം കൈകെട്ടി നിൽക്കുകയാണ്. നല്ല വലിയ അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മ്യൂസിക് എല്ലാ ഘട്ടങ്ങളിലും പലപ്പോഴും അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുഴപ്പമില്ല ഒരു പടം. പക്ഷെ ഫസ്റ്റ് ഹാഫില് വളരെ ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ഗംഭീരമായിട്ടുണ്ട്. എന്നാലും കാണാൻ തക്ക വിധത്തിലേക്കുള്ള ഒരു പടമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.